ഹലോ മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കണ്ണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യമാണ്. മക്കളെ, നിങ്ങൾക്കറിയാം കണ്ണിന് പ്രധാനപ്പെട്ട 3 ലെയറുകളാണുള്ളത്, 3 പാളികളാണുള്ളത്. അതിൽ ആദ്യത്തേതാണ് ഇത് ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ എന്ന് പറയുന്ന ഭാഗം. ഈ ഒരു ഭാഗമാണെന്ത് നമ്മൾ പറയുന്ന സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലം എന്ന് പറയുന്നത്. സ്ക്ലീറയുടെ മുൻവശത്ത് അല്ലെങ്കിൽ ദൃഢപടലത്തിന്റെ മുൻവശത്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന, പ്രൊജക്റ്റഡ് ആയി നിൽക്കുന്ന, ട്രാൻസ്പെറൻ്റ് ആയ ഈ ഒരു ഭാഗമാണ് ഏതാണ് കോർണിയ എന്ന് നമ്മൾ പറയുന്ന ഭാഗം. സെറ്റ് അല്ലേ? സെറ്റ്. പിന്നെ കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ കവർ ചെയ്ത് കാണുന്ന ഈ ഒരു ഭാഗമാണ് കൺജങ്ക്റ്റൈവ എന്ന് പറയും. സെറ്റ് ആണല്ലോ? ഓക്കെ. പിന്നെ നമ്മൾ കണ്ണിനെ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ, കുറച്ചുകൂടെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ലെയർ കാണാൻ പറ്റും. ആ ലെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊറോയിഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗമാണ് കൊറോയിഡ് എന്ന് പറയുന്നത്. മക്കളെ, കൊറോയിഡിന്റെ മുൻവശത്ത് കാണുന്ന ഈ ഒരു ഭാഗത്തെ നമ്മൾ എന്ത് പറയും? ഐറിസ് എന്ന് പറയും. ഐറിസിന്റെ ഈ ഒരു ഗ്യാപ്പ്, ഐറിസിന്റെ നടുവിൽ കാണുന്ന ഈ ഒരു ഗ്യാപ്പിനെ നമ്മൾ എന്ത് പറയും? പ്യൂപ്പിൾ എന്ന് പറയും. അതിൻ്റെയും ഉള്ളിലായിട്ടാണ് എന്ത് കാണുക? ലെൻസ് കാണുക, കണ്ണിലെ ലെൻസ് കാണുക. സെറ്റ് ആണല്ലോ? ഓക്കെ. ഇനി നമ്മൾ ഉള്ളിലെ അടുത്ത ലെയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉള്ളിലായിട്ട് വരുന്നതാണ് റെറ്റിന എന്ന് പറയുന്ന ഭാഗം, അല്ലെങ്കിൽ ഏതാണ്? ദൃഷ്ടിപടലം എന്ന് പറയുന്ന ഭാഗം. മക്കളെ, റെറ്റിനയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം പ്രകാശഗ്രാഹികൾ കാണുന്ന ഭാഗമാണ്. അവിടെ 2 സ്പോട്ടാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഏതാണ്? ഈ യെല്ലോ സ്പോട്ട് എന്ന് പറയുന്ന ഭാഗമാണ്. ഒന്ന് ഏതാണ്? ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നതാണ്. യെല്ലോ സ്പോട്ടും ബ്ലൈൻഡ് സ്പോട്ടും. പിന്നെ നമുക്കറിയാം കണ്ണിൽ നിന്ന് ഈ ഇമ്പൾസുകളെ, ഈ ആവേഗങ്ങളെ എങ്ങോട്ട് എത്തിക്കണം? തലച്ചോറിലേക്ക് എത്തിക്കണം. അപ്പോൾ എന്ത് വേണം? അവിടെ ഒരു നെർവ് വേണം, അല്ലെങ്കിൽ നാഡി വേണം. അപ്പോൾ ഈ ഒരു ഭാഗമാണ് ഒപ്റ്റിക് നെർവ് എന്നറിയപ്പെടുന്ന കണ്ണിലെ നാഡി എന്ന് പറയുന്നത്. സെറ്റ് ആണല്ലോ? അപ്പോൾ നമുക്ക് ഈ ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത്, ഓരോരോ ഭാഗങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ ആ വീഡിയോകൾ എന്ത് ചെയ്യും? വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഓക്കെ.